കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. തിരുവോണ നക്ഷത്രത്തിന്റെ രോഗാതി ദുരിതങ്ങൾ ഏതൊക്കെയാണ്, അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ തിരുവോണ നക്ഷത്രത്തിന്റെ ജനനം തന്നെ ദശാനാഥൻ തന്നെ ചന്ദ്രനാണ്. ചന്ദ്രൻ ദശാനാഥനാവുന്നത് കൊണ്ട് ഇവർക്ക് കൂടെയുള്ള അതിസാരം, കൂടെയുള്ള നീർദോഷം, ഇടയ്ക്കിടയ്ക്ക് എന്ത് കഴിച്ചാലും വയറ്റിന് അസുഖങ്ങൾ, നീർദോഷങ്ങൾ, ധാതുക്ഷീണം, പോഷകാഹാരങ്ങളൊന്നും ഇല്ലാതെ വരുന്ന ക്ഷീണം, വൈറ്റമിൻ്റെ കുറവുകൊണ്ട് ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ക്ഷീണങ്ങൾ, രോഗങ്ങൾ, ദേഹപീഡ, മേല് മുഴുവൻ വേദന, എപ്പോഴും കഴുത്ത് വേദന, കൈവേദന, സന്ധികളിലൊക്കെ വേദന, ജ്വരം, പിന്നെ ഭക്ഷണം കഴിച്ചാൽ അതിൽ നിന്ന് പോയ്സൺ ഉണ്ടാകുക, ഭക്ഷണത്തിൽ നിന്ന് ഫുഡ് പോയ്സൺ ഉണ്ടാകുക, ക്ഷയം, ചുമ, അതുപോലെ തന്നെ ക്ഷയം ഉണ്ടാകുക, പിന്നെ ശീതരോഗം, തണുപ്പ് കൊണ്ടുണ്ടാകുന്ന രോഗം, തണുപ്പ് ഏതെങ്കിലും അടുത്ത് കൂടി പോയാൽ പെട്ടെന്ന് ഇവർക്ക് രോഗം പിടിപെടും. തുമ്മല്, ജലദോഷം, അലർജി, ശ്വാസം മുട്ട് ഇതുണ്ടാവുക, ചർമ്മരോഗം, തൊലിപ്പുറമെ ഈ സോറിയാസിസ് പോലെയുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാവുക, പിത്തം, വാദം, പിത്തം, കഫത്തിൽ പിത്തം ഉണ്ടാവുക, സന്ധിവാദം ഉണ്ടാവുക, എല്ലാ ജോയിൻസിലും വേദന, നീര് ഇങ്ങനെയൊക്കെ വന്നിട്ട് അതിന് ചികിത്സകൾ തേടേണ്ട സാഹചര്യം വരിക. പിത്തകോപം ഉണ്ടാകുന്ന ഈ ബ്ലഡിൽ നമ്മൾ തടിയില്ലെങ്കിൽ തന്നെയും ഉള്ളിൽ നമുക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. പിത്തകോപം, ചുണങ്ങ്, ചൊറി, വ്രണങ്ങളിൽ നിന്ന് ചലം പുറത്തേക്ക് വരിക, വ്രണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉണങ്ങണതിന് മുമ്പ് അത് പൊട്ടി ചലം പുറത്തേക്ക് വരിക, കുഷ്ഠം ഉണ്ടാവുക, ഉമിനീർ ഗ്രന്ഥിയൊക്കെ വീങ്ങുക, വെള്ളം ഇറക്കുന്നിടത്ത്, തൊണ്ടയിലൊക്കെ വെള്ളം ഇറക്കുന്നിടത്തൊക്കെ വീങ്ങി വീഴുക, കാൽമുട്ടിൻ്റെ താഴോട്ട് ഉള്ള ഭാഗം വേദന, കാൽമുട്ടിൻ്റെ താഴേക്കുള്ള ഭാഗത്തൊക്കെ വേദന, കഴുത്ത്, ഷോൾഡർ ഇവിടെയൊക്കെ വേദന, ഇങ്ങനെ തുടങ്ങിയവിടെ ഇത് കാരണങ്ങളൊക്കെ തിരുവോണം നക്ഷത്രത്തിലെ ആളുകൾക്ക് ചേരുന്നതാണ്. നമ്മളിതിന് പരിഹാരമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ധന്വന്തരി പൂജയും മൃത്യുഞ്ജയ ഹോമവും ചെയ്തിട്ട് ധന്വന്തരി യന്ത്രം ധരിച്ച് ധന്വന്തരി കഷായവും സേവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അസുഖങ്ങൾ മാറും. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ നല്ല ഡോക്ടർമാരെ കണ്ട് ഫുള്ളായിട്ടൊന്ന് ശരീരത്തിലെ പ്രകൃതി ഡയഗ്നോസിസ് ഒക്കെ ചെയ്ത് വേറെ ഒന്നിനെ ബന്ധപ്പെട്ട് മറ്റു രോഗങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിന് തക്ക ചികിത്സകൾ എടുക്കുന്ന നന്നായിരിക്കും. അപ്പോൾ ഈ ചികിത്സ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏത് ദശയാണ്, ഏത് സമയമാണ്, ഇപ്പോൾ സമയം എങ്ങനെ നല്ലതാണോ ചീത്തയാണോ എന്നൊന്ന് ജാതകം ഒന്നെടുത്ത് പരിശോധിച്ച്, ജാതകം ഇല്ലെങ്കിൽ കറക്റ്റ് സമയമൊക്കെ അറിയാമെങ്കിൽ പോയിട്ട് അതൊന്ന് പരിശോധിച്ചിട്ട് അതിന് വഴിപാടുകൾ എന്തെങ്കിലും കൂടെ ചെയ്തു കഴിഞ്ഞാൽ, പരിഹാരം കൂടെ ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കാം, ഒരു വിളക്കിലൊരു എണ്ണ ഒഴിച്ച് തീ കത്തിക്കുന്ന ഒരു വഴിപാടേ ഉണ്ടാവുള്ളൂ, എങ്കിൽ പോലും അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന രോഗാതി ദുരിതങ്ങളിൽ നിന്നൊരു മാറ്റം വരും. കടലാടിയുടെ കൊമ്പ് ചേർത്തിട്ട് ഹവനം ചെയ്യുന്നതും, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപ്പായസം കഴിക്കുന്നതും, ദക്ഷിണാമൂർത്തിയെ ഭജിക്കുന്നതും നല്ലതാണ് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക്. ഇവരുടെ നക്ഷത്രത്തിലെ ദശാനാഥൻ ചന്ദ്രൻ ആയതുകൊണ്ട് തുടർന്ന് ചൊവ്വാദശ, ചന്ദ്രൻ കഴിഞ്ഞ കുജദശയാണ്, പിന്നെ വ്യാഴമാണ്, ശനി, പിന്നെ ബുധൻ, പിന്നെ കേതു, പിന്നെ ശുക്രൻ, ഇങ്ങനെയാണ് ദശാകാലം പോകുന്നത്.